നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗ് അവസാന ഘട്ടത്തിലേക്ക് എത്തിയല്ലോ. സെമി ഫൈനലിൻ്റെ ആദ്യപാദ മത്സരങ്ങൾ കഴിഞ്ഞു. ഇപ്പോൾ കൂടുതൽ കിരീട സാധ്യത ആർക്കാണ്? പവർ റാങ്കിങ്ങിലേക്ക് നമ്മൾ കടക്കും മുമ്പ് ഈ മിഡ് വീക്കിൽ നടന്ന 2 മത്സരങ്ങൾ, അതിലൊന്ന് തീപ്പൊരി കളിയായിരുന്നു. PSG ബയൺ മ്യൂണിക്കിനെ പാരീസിൽ വെച്ച് 5-4 തോൽപ്പിച്ചു. പക്ഷേ ഒരു ഘട്ടത്തിൽ 5-2 മുന്നിലായിരുന്ന PSG-ക്കെതിരെ 2 ഗോളുകൾ മടക്കി അടിച്ചുകൊണ്ട് ബയൺ 5-4 മാറ്റി. ഇനിയിപ്പോൾ ഒറ്റ ഗോളിൻ്റെ കടമേ ഉള്ളൂ. അത് അവർ മെയ് 6 രാത്രി അലിയൻസ് അരീനയിലിട്ട് തീർത്ത് മുന്നോട്ട് പോകുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം. അതുപോലെ അത്ലറ്റിക്കോ മാഡ്രിഡും ആഴ്സണലും തമ്മിൽ 1-1 സമനിലയിൽ പിരിഞ്ഞതാണ് ആദ്യ പാദം. രണ്ടാം പാദം മെയ് 5 രാത്രി ആഴ്സണലിൻ്റെ മൈതാനത്ത് എമിറേറ്റ്സിൽ നടക്കുമ്പോൾ എന്ത് സംഭവിക്കും? കാത്തിരുന്ന് കാണാം. ഏതായാലും നമ്മളിപ്പോൾ ഈ 4 ടീമുകളിൽ കൂടുതൽ കിരീട സാധ്യത ആർക്കാണ്? നമ്മുടെ പവർ റാങ്കിങ്ങിൽ 4-ാം സ്ഥാനത്ത് അത്ലറ്റിക്കോ മാഡ്രിഡാണ്. അതിപ്പോൾ അത്ലറ്റിക്കോയും ആഴ്സണലും തമ്മിലുള്ള കളി 2 ടീമിനെയും നമുക്ക് വലിയ രൂപത്തിലൊന്നും മാറ്റി നിർത്താനല്ലോ. 1-1 സമനിലയാണ് മെട്രോപൊളിറ്റനോയിൽ. രണ്ടാം പാദ മത്സരം അങ്ങ് ആഴ്സണലിൻ്റെ മൈതാനത്താണ് എന്ന കാര്യം ശ്രദ്ധിക്കുക. സോ ആഴ്സണലിന് അവിടെ അഡ്വാൻറ്റേജ് ഉണ്ട്. ആ അഡ്വാൻറ്റേജ് അവർ മുതലെടുക്കും എന്ന് കരുതുകയാണെങ്കിൽ അത്ലറ്റിക്കോ മാഡ്രിഡിന് പുറത്തേക്കുള്ള വഴി കാണാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതേസമയം ഡിയേഗോ സിമിയോണിയാണ് എന്ത് തന്ത്രങ്ങളും ഒരുക്കും. ഇതിപ്പോൾ ബസ് പാർക്ക് ചെയ്ത് ഡിഫെൻഡ് ചെയ്ത് നിന്നിട്ട് ജയിക്കാനൊന്നും പറ്റൂല. കാരണം സമനിലയാണല്ലോ, അവിടെ പോയിട്ട് ഗോൾ അടിച്ചേ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് 2 എൻഡിനും വളരെ മികച്ച രൂപത്തിലുള്ള പെർഫോമൻസ് നടത്തിയെങ്കിൽ മാത്രമേ ആഴ്സണലിന് അവരുടെ മൈതാനത്ത് തോൽപ്പിക്കാൻ പറ്റൂ. പിന്നെ ആഴ്സണലിൻ്റെ സമീപകാലത്തെ ഫോം അത്ര മികച്ചതല്ല എന്നുള്ളത് വേണമെങ്കിൽ ഒരു ചെറിയ ആശ്വാസം അത്ലറ്റിക്കോ മാഡ്രിഡിന് നൽകിയിരിക്കും. നമ്മുടെ പവർ റാങ്കിങ്ങിൽ 4-ാമത് അത്ലറ്റിക്കോ മാഡ്രിഡാണ്. മൂന്നാമതാണ് പാരീസ് സെൻ ജെർമൻ. അതെങ്ങനെയാണോ? പാരീസ് അല്ലേ ബയണിനെ തോൽപ്പിച്ചത്? ആണ്. പക്ഷെ 1-0 എന്നുള്ളതാണ് ഫൈനൽ അവസ്ഥ. 5-4 എന്ന് പറഞ്ഞാൽ 1-0. അലിയൻസ് അരീനയിൽ വിൻസെൻ്റ് കൊമ്പനിയും സംഘവും ആ കടം വീട്ടി മുന്നോട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ സംഭവിച്ചാൽ ലൂയിസ് എൻറിക്കയുടെ ടീമിന് പുറത്തു പോകേണ്ടി വരും. പക്ഷേ ലൂയിസ് എൻറിക്കയാണ് കോച്ച് എന്ന കാര്യം ഓർക്കണം. അതുകൊണ്ട് തന്നെ PSG നമുക്ക് എഴുതി തള്ളാനും പറ്റില്ല. PSG ഈ 4 ടീമുകൾക്കും നല്ല കിരീട സാധ്യതയുണ്ട്. ആരും കിരീടം നേടാം. പക്ഷേ ഉള്ളതിൽ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നിലവിലെ കളിയൊക്കെ വെച്ച് ഒരു അനാലിസിസ് പറയുന്നത് മാത്രമേ ഉള്ളൂ. സോ 3-ാം സ്ഥാനത്ത് PSG വരുന്നു. രണ്ടാമത് ആഴ്സണൽ. പ്രീമിയർ ലീഗിൽ അവർ കിരീടത്തോട് അടുക്കുകയാണ്. പക്ഷേ സമീപകാലത്ത് കാലിടുന്നുണ്ട്, തർക്കമൊന്നുമില്ല. ആഴ്സണൽ പഴയ അതേ മികവിലൊന്നുമല്ല പോയിക്കൊണ്ടിരിക്കുന്നത്. മൈക്കൽ ആർട്ടിറ്റയുടെ ടീമിന് കിരീടത്തോട് അടുക്കുമ്പോൾ ഒരു വിറയലാണ്. അത് പലപ്പോഴും നമ്മൾ കണ്ടതാണ്. അതിവിടെ ആവർത്തിക്കുമോ എന്നുള്ള ആശങ്കയൊക്കെ ഉണ്ട്. എന്നാൽ പോലും അത്ലറ്റിക്കോ മാഡ്രിഡിനെ മറികടന്ന് അവർ ഫൈനലിലേക്ക് എത്താനുള്ള നല്ല സാധ്യതയുണ്ട്. കിരീടത്തിനുള്ള സാധ്യതയിൽ അവരെ നമ്മൾ 2-ാം സ്ഥാനത്ത് വെക്കുന്നു. പവർ റാങ്കിങ്ങിൽ 1-ാമത് ബയൺ മ്യൂണിക്കാണ്. ബയൺ ആദ്യ പാദം തോറ്റു 5-4. പക്ഷേ 5-2 പുറകിൽ നിൽക്കുമ്പോൾ അവിടെ തീരേണ്ടതാ ടീം. പക്ഷെ വർദ്ധിത വീര്യത്തോടു കൂടി 2 ഗോളുകൾ കൂടി അടിച്ചു. പാർക്ക്ഡസ് പ്രിൻസസിലെ അവസാന മിനിറ്റുകൾ ഒരു 10 മിനിറ്റിൽ 15 മിനിറ്റിലൊക്കെ അധികം ബയൺ തന്നെയാണ് ആധിപത്യം പുലർത്തിയത്. അതേ കളി സ്വന്തം ആരാധകരുടെ പിന്തുണയിൽ അലിയൻസ് അരീനയിൽ അവർ നടത്തിയാൽ PSG പണി കിട്ടും. സോ നമ്മുടെ പവർ റാങ്കിൽ 1-ാമത് ബയൺ മ്യൂണിക്കാണ്. കൂടുതൽ കിരീട സാധ്യത ചാമ്പ്യൻസ് ലീഗിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് ബയൺ മ്യൂണിക്കിനാണ്. ഏതായാലും 2-ാം പാദ സെമി ഫൈനൽ മത്സരങ്ങൾ മെയ് 6-നും മെയ് 7-നും, ശരിക്കും പറഞ്ഞാൽ മെയ് 5-ഉം മെയ് 6-ഉമാണ്. നമുക്ക് ഇന്ത്യൻ സമയമാണ് പറഞ്ഞത്. മെയ് 6-ന് പുലർച്ചെ 12:30-നും മെയ് 7-ന് പുലർച്ചെ 12:30-നുമായിട്ട് നടക്കുന്നു. അത് കഴിഞ്ഞ് ഫൈനൽ മെയ് 30-ന് രാത്രി 9:30-നാണ്. അപ്പോൾ അന്ന് ആര് കിരീടം ചൂടുന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. നിലവിൽ നമ്മുടെ പവർ റാങ്കിങ്ങിൽ 1-ാമത് ബയൺ മ്യൂണിക്ക്, 2-ാമത് ആഴ്സണൽ, 3-ാമത് PSG, 4-ാമത് അത്ലറ്റിക്കോ മാഡ്രിഡ്. നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവും. കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.